ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആണ്. എൻ്റെ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ റെസിപ്പീസും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് ചേരുവകൾ എടുത്തിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇഫ്താറിന് നമ്മളെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചീസി ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസാണ് എടുത്തത്. ഇതൊന്ന് ജസ്റ്റ് ബോയിലാക്കിയിട്ട് ഒന്ന് സ്മാഷ് ആക്കി കൊടുത്താൽ മതി. ഇതിൽ കുറച്ച് ബോയിലാക്കുമ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ചില ആൾക്കാർ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇടും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 2 ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് ചിക്കനാണ് ബോയിലാക്കിയത്, ഉപ്പ് ഇട്ടിട്ട് ബോയിലാക്കിയിട്ട് ഷ്രെഡാക്കിയതാണ്. പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പും ഉള്ളിയുമാണ് ചേർക്കുന്നത്. അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എത്രയെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ പൊടികൾ എന്ന് പറയുന്നത് ജസ്റ്റ് കുരുമുളക് പൊടി, ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. എല്ലാം നല്ലോണം സ്മാഷ് ആക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഉരുളകളൊന്നും പാടില്ല, ജസ്റ്റ് എല്ലാം കൂടിയിട്ട് സ്മാഷ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങളെ കൈയിൻ്റെ ഉള്ളിലനുസരിച്ചിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഷേപ്പ് ആക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളം കൈയിൻ്റെ ഉള്ളിലെ ആ ഒരു ഷേപ്പാണ്. കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫ് സൈസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആക്കിയിട്ടാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയൊരു സ്ക്വയർ പീസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ചീസ് ഞാൻ ഇടുന്നില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം. അപ്പോൾ ഇത് എന്നിട്ട് അത് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ ചീസായിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ടാണ് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോൾട്ടാണ്. ഉപ്പ് എന്ന് പറയുമ്പം മറ്റേ ചീസിന് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കട്ട്ലറ്റ്സും ഞാൻ ചീസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ അധികം ഞാൻ സ്പൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് കുരുമുളക് പൊടി കുറച്ചും റെഡ് ചില്ലി ഫ്ലേക്സും പച്ചമുളകാണ് ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക, എന്നാൽ ഇത് നമ്മൾ കുറച്ച് വണ്ണത്തിലാക്കിയാൽ പിന്നെ കട്ട്ലറ്റ് ഷേപ്പ് ആക്കുമ്പോൾ ആ പച്ചമുളകൊക്കെ ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ എല്ലാം നല്ല സ്മോൾ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കോട്ടിങ്ങാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കോട്ടിങ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഇത്ര ഒരു കട്ട്ലറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഒന്നും കൂടി ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പം കട്ട്ലറ്റ്സ് പൊതുവേ ഞാൻ ഷാലോ ഫ്രൈയാണ് ചെയ്യില്ല, കാരണം ചില സമയം ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് നെയ്ക്കോത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എല്ലാ സൈഡും, ഇത് ഓൾറെഡി എല്ലാം കുക്കാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കേ വേണ്ടു. അപ്പോൾ ബ്രൗൺ ആക്കി ആ ഒരു സമയം മാത്രം മതി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ടേസ്റ്റി, ഈസി ആയിട്ടുള്ള നന്ന സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഒരു ഇഫ്താർ സ്നാക്കാണ്. ഇഫ്താർ സ്നാക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ മുളകും കൂടുതൽ സ്പൈസസൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു സ്നാക്കാകുമ്പം നമുക്ക് കഴിക്കാനും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചൂടോടെ കഴിക്കണം. കുറച്ചൊന്ന് തണഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം വരുന്നുണ്ട്. എനിക്കിഷ്ടം ചൂടോടെയാണ്. അപ്പോൾ ഇത് നല്ല ചെറിയ പീസ് ചീസ് ഇടാനാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് ചീസ് മെൽറ്റായാലും നല്ലോണം സ്പ്രെഡായിട്ട് വരും. അപ്പം നല്ല ചീസി കട്ട്ലറ്റ് ഇവിടെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇഫ്താറിന് കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത റെസിപ്പി വരുന്നവരെ കാണാം.